ഹിസ്ബുള്ളയുമായിട്ട് ഈ ഒരു നയതന്ത്ര ബന്ധത്തിലൂടെ സമാധാന ശ്രമങ്ങൾ ഉണ്ടായതിനു ശേഷം ലോകം ഉറ്റുനോക്കുന്നുള്ളത് സിറിയയിലേക്കാണ്. കാരണം സിറിയയിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇസ്രായേൽ, ഹമാസ്, അതോടൊപ്പം തന്നെ ഹിസ്ബുള്ള ഈ ഒരു സംഘർഷങ്ങൾക്ക് ശേഷം, ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷങ്ങൾക്ക് ശേഷം ലോകത്തിന്റെ കണ്ണും കാതും ഇന്ന് സിറിയയിലാണ് നിലകൊള്ളുന്നത്. ലോകത്തിലുള്ള വൻ ശക്തികളെല്ലാം, അഥവാ അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന നാറ്റോ സഖ്യം, തുർക്കി അടക്കം ഉൾപ്പെടുന്ന ഒരു വിശാലമായ ഗ്രൂപ്പ് ഒരു ഭാഗത്തും, റഷ്യയും ഇറാനും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയും ഉൾപ്പെടുന്ന ഒരു പക്ഷം മറുഭാഗത്തും നിലനിൽക്കുന്ന ഒരു പോരാട്ടം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു സംഘർഷം എന്നുള്ള നിലയിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അതായത് ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷങ്ങൾക്ക് ശേഷം ഇസ്രായേലിന് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതിനു ശേഷം കൃത്യമായിട്ട് ഇസ്രായേലും അമേരിക്കയും കൂടി ഒരു പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കി. അഥവാ ഈ യുദ്ധമുഖത്ത് ഇസ്രായേലിന് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ നിർത്താനുള്ള വഴികൾ എവിടെയാണെന്ന് കൃത്യമായിട്ട് അവർ ആലോചിക്കുകയും അതിനുള്ള പദ്ധതികൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഒരുപാട് ആഭ്യന്തര സംഘർഷങ്ങൾ ഒരു കാലത്ത് ഉണ്ടായതിനു ശേഷം, സിവിൽ വാർ പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഇപ്പോൾ വീണ്ടും സിറിയ പ്രശ്നകലുഷിതമാകുന്നത്. കാരണം ഈ ഒരു ഹിസ്ബുള്ളയുമായിട്ടുള്ള സംഘർഷങ്ങൾ ആത്യന്തികമായിട്ട് തങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ ആ ഒരു പ്രത്യേക അവരുടെ പദ്ധതികൾ എന്നുള്ളത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അത് സിറിയയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കാരണം സിറിയയിലെ ബഷർ അൽ അസദിന്റെ ഭരണകൂടം എന്നുള്ളത് അത് ഹിസ്ബുള്ളയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയും ഇറാനുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള സമൂഹങ്ങൾ ബഷർ അൽ അസദിനെ ഏകാധിപതി ആയി കാണുമ്പോഴും അവിടുത്തെ 90% സുന്നി വംശജരെ ഒന്നടങ്കം അടക്കി ഭരിക്കുന്ന 10% മാത്രമുള്ള ഇസ്മയിലി ഷിയ വംശജനായ ബഷർ അൽ അസദിനെ പിന്തുണക്കാൻ ഇറാൻ തയ്യാറായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായിട്ട് കൃത്യമായിട്ട് ഹിസ്ബുള്ളയുമായിട്ടുള്ള ഒരു നയതന്ത്രങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സിറിയയും ലെബനാനും ഉൾപ്പെടുന്ന ഗൊലാൻ കുന്നുകൾ എന്നുള്ളത്. ഈ ഗൊലാൻ കുന്നുകളിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു തന്ത്രപ്രധാന മേഖലയിലൂടെയാണ് ഹിസ്ബുള്ളയും ഇറാനും തമ്മിലുള്ള ഈ ഒരു കൈകോർക്കലുകൾ, അവരും തമ്മിലുള്ള ബന്ധപ്പെടലുകൾ നടക്കുന്നുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഈ സിറിയൻ പ്രശ്നത്തെ കാണേണ്ടതുണ്ട്. കേവലം ബഷർ അൽ അസദ് എന്ന ഏകാധിപതിക്കെതിരെ പൊട്ടിപ്പുറപ്പെട്ട വിപ്ലവം എന്നുള്ള നിലയ്ക്ക് ചർച്ച ചെയ്യപ്പെട്ട സിറിയൻ ആഭ്യന്തര യുദ്ധം പിന്നീട് അത് വലിയ ലോക രാഷ്ട്രീയ സംഘർഷങ്ങളായി മാറി എന്നുള്ളതാണ്. ലോകമെമ്പാടുമുള്ള ഇത്രയും കാലത്തെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ലോകത്തെ നിയന്ത്രിച്ചിരുന്ന, അല്ലെങ്കിൽ ലോക വ്യവസ്ഥിതിയെ നിയന്ത്രിച്ചിരുന്ന പ്രധാനപ്പെട്ട ശക്തികളൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നത്, അവർ ആദ്യഘട്ടത്തിൽ കീഴടക്കിയിരുന്നത് ഡമസ്കസ് ഉൾപ്പെടുന്ന സിറിയൻ പ്രദേശങ്ങളാണ്. ലോകത്തിലേക്കുള്ള പ്രധാനപ്പെട്ട റൂട്ട് മാപ്പാണ് ഈ ഡമസ്കസ് ഉൾപ്പെടുന്ന സിറിയൻ പ്രദേശങ്ങൾ. അതുകൊണ്ട് തന്നെ ലോകസഞ്ചാര പാതയെ തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് മാറ്റണമെങ്കിൽ ഈ രാജ്യം എന്നുള്ളത്, സിറിയ എന്നുള്ള രാജ്യമുള്ളത് വളരെ തന്ത്രപ്രധാനമായ ഒരു രാജ്യമായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇത്തരം രാഷ്ട്രങ്ങൾ, ലോകത്തിലുള്ള വൻ ശക്തികളൊക്കെ സിറിയൻ പ്രശ്നത്തിൽ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കാണ്. എന്നാൽ ഇപ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവ വികാസം എന്നുള്ളത് ആലപ്പോ അടക്കം ഉൾപ്പെടുന്ന സിറിയയുടെ തന്ത്രപ്രധാന മേഖലകളിൽ ഈ വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ റവല്യൂഷണറി സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ബഷർ അൽ അസദിനെതിരെ പോരാട്ടം നടത്തുന്ന ഈ ഒരു ഗ്രൂപ്പുകൾ, ഈ പ്രോക്സി ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ ഈ സംഘങ്ങൾ എന്നുള്ളത് അവർ ആലപ്പോയുടെ തന്ത്രപ്രധാന മേഖലകളെ അടക്കം കൈയടക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് കൃത്യമായിട്ട് ഇറാനും ഹിസ്ബുള്ളയും അവരുടെ പ്രവർത്തനങ്ങൾ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ച് നടത്തുന്നതിന് പകരം ഈ സിറിയൻ പ്രശ്നത്തെ കേന്ദ്രീകരിച്ച് നടത്താൻ തുടങ്ങിയിരിക്കുന്നത്. അഥവാ ഈ ഹിസ്ബുള്ളയുമായിട്ടുള്ള അവരുടെ നയതന്ത്ര ഇടപാടുകൾക്ക്, അവരുമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള സപ്ലൈ ചെയിനായി പ്രവർത്തിക്കുന്ന രാജ്യവും അത് പ്രധാനപ്പെട്ട പ്രദേശവും എന്നുള്ളത് ഈ ആലപ്പോയി അടക്കം ഉൾപ്പെടുന്ന ഈ സിറിയൻ നഗരങ്ങളാണ്. ഇതോടൊപ്പം തന്നെ ഗൊലാൻ കുന്നുകളടക്കം ഇതിലെ തന്ത്രപ്രധാന ഒരു മേഖലയാണ്.
അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായിട്ടുള്ള ഈ ഒരു സംഘർഷത്തിൽ ഹിസ്ബുള്ള കനത്ത പ്രഹരമേൽപ്പിക്കുന്ന സമയത്ത് ഇസ്രായേലിന് മുമ്പിൽ അടുത്ത വഴികൾ എന്താണെന്ന് ആലോചിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് അവർ ഇത്തരം ഒരു പദ്ധതിയിലേക്ക് നീങ്ങുന്നുള്ളത്. അഥവാ ഇവിടെ റവല്യൂഷണറി സ്വഭാവമുള്ള വിപ്ലവ സ്വഭാവമുള്ള മുഴുവൻ സംഘങ്ങളെയും പിന്തുണക്കുന്ന ശക്തി എന്നുള്ള നിലയിൽ അമേരിക്കയും അറബ് രാജ്യങ്ങളും ഒന്നിച്ച് ഈ സംഘങ്ങളെ പിന്തുണക്കാൻ തയ്യാറായിരിക്കുന്നു. കാരണം ഇസ്രായേൽ വലിയ സംഘർഷങ്ങളിലും വലിയ പ്രശ്നങ്ങളിലും അകപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് ഇസ്രായേലിന് സാധ്യമാകണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ ഒരു ഭാഗത്ത് ഹമാസും മറ്റൊരു ഭാഗത്ത് ഹിസ്ബുള്ളയും നടത്തുന്ന കനത്ത ചെറുത്തുനിൽപ്പുകളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു പദ്ധതി ആവശ്യമായിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ സിറിയയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സിറിയയിൽ ആഭ്യന്തര യുദ്ധം നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ ബഷർ അൽ അസദ് എന്ന ഏകാധിപതിക്കെതിരെ പോരാടുന്ന ശക്തികളെ മുഴുവൻ ആയുധങ്ങൾ നൽകി അവർക്ക് വേണ്ട സർവാത്മക പിന്തുണ നൽകാൻ ഈ ഒരു പ്രത്യേക സാഹചര്യം അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളും ഉൾപ്പെടുന്ന ഈ വലിയ ഒരു സഖ്യം അതിന് തയ്യാറായി എന്നതാണ്. നേരത്തെ തന്നെ ഈ ബഷർ അൽ അസദിനെതിരായ ഭരണകൂടത്തിനെതിരായ സമരങ്ങളെ അറബ് രാജ്യങ്ങൾ പിന്തുണച്ചിരുന്നു. പിന്നീട് തങ്ങൾക്കും അത് എതിരായി മാറുമെന്നുള്ള ബോധ്യത്തെ തുടർന്നാണ് അവർ ആ പിന്തുണ അവർക്ക് നൽകുന്നത് നിർത്തിയത്. എന്നാൽ ഇപ്പോഴുള്ള പ്രത്യേക സാഹചര്യം എന്നുള്ളത് ഇറാൻ എന്നുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇറാൻ എന്നുള്ള രാജ്യം മുസ്ലിം ലോകത്ത് തങ്ങളുടെ ആധിപത്യം നേടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. അഥവാ മുസ്ലിം ലോകത്ത് തങ്ങളുടേതായ മേൽക്കോയ്മ അവകാശപ്പെട്ടുകൊണ്ട് മുസ്ലിം ലോകത്തിന്റെ നേതാവായി നിൽക്കാൻ ഇറാൻ താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായിട്ട് ഇസ്രായേലിനെതിരെയുള്ള അവരുടെ നിലപാടുകൾ കർശനമാക്കിയതും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും എല്ലാ രീതിയിലുള്ള പിന്തുണയും നൽകിയത്. എന്നാൽ ഇതിനെ മറികടക്കാൻ വേണ്ടി അറേബ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ശക്തികളൊക്കെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ സിറിയൻ വിഷയമാണ്. സിറിയൻ പ്രശ്നത്തിൽ ഒരു ഭാഗത്ത് ബഷർ അൽ അസദും അതോടൊപ്പം തന്നെ ഇറാൻ പിന്തുണക്കുന്ന സൈനിക വിഭാഗവും ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സൈനികരും ഒപ്പം ഹിസ്ബുള്ളയും അതോടൊപ്പം തന്നെ ഈ റഷ്യ ഉൾപ്പെടുന്ന സഖ്യവും ഉൾപ്പെടുന്ന ലോകത്തിലെ പ്രബലമായ സൈനിക ശക്തികളൊക്കെ ബഷർ അൽ അസദിന്റെ ഒരു ഭാഗത്ത് നിന്നപ്പോൾ മറുഭാഗത്ത് ഈ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടുന്ന തുർക്കി അടക്കം ഉൾപ്പെടുന്ന സഖ്യങ്ങൾ ഈ ഒരു വിഭാഗം എന്നുള്ളത് അവർ ബഷർ അൽ അസദിനെ എതിർക്കുന്ന ഈ പോരാട്ട സംഘടനകൾക്ക് പിന്നിൽ അണിനിരന്നു എന്നുള്ളതാണ്. അതായത് ഈ രണ്ട് ലോകത്തിലെ പ്രബല ശക്തികൾ ഇസ്രായേലിന് പുറമെ സിറിയയിലും പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി എന്നതാണ് മുൻകാല ചരിത്രം എന്നുള്ളത്. അതിപ്പോഴും തുടരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇസ്രായേൽ വലിയ സ്ട്രാറ്റജിക് വീഴ്ചകൾ ഈ യുദ്ധത്തിൽ ഉണ്ടായിരിക്കുന്നു. അതായത് ഹമാസുമായിട്ടുള്ള പ്രശ്നത്തിലും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുമായിട്ടുള്ള സംഘർഷങ്ങളിലും കനത്ത നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ച് വളരെ വീക്കായി നിൽക്കുന്ന ഒരു ഇസ്രായേലാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം ഉണ്ടായ പ്രത്യേക സാഹചര്യം എന്നുള്ളത് ഈ ഇസ്രായേലിന്റെ എല്ലാ കുറവുകളും കാണിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാനുണ്ടായ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് അവർ ആലോചിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സിറിയൻ വിഷയത്തിൽ സിറിയയിൽ ആക്രമണം തുടരുകയും ബഷർ അൽ അസദിനെ അവിടെ തകർത്തുകൊണ്ട് ഇറാനുമായിട്ടുള്ള പ്രധാനപ്പെട്ട അലയായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയും ഇറാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാത ഇല്ലാതാക്കുക എന്നുള്ള തന്ത്രത്തിലേക്ക് അവർ മാറി. ഈ ഒരു സാഹചര്യത്തിൽ ഹിസ്ബുള്ളയ്ക്കും അവരുടെ തീരുമാനങ്ങൾ മാറ്റേണ്ടി വന്നു. അഥവാ ബഷർ അൽ അസദിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് നിന്നാൽ മാത്രമാണ് ഇറാന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളും ഇറാന് ഈ ലബനനിലെ ഹിസ്ബുള്ളയുമായിട്ടുള്ള ഈ കൈകോർക്കലുകളും സാധ്യമാകൂ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ നിലപാടുകളായിരുന്നു ഗസയിൽ സമാധാനം പുനഃസ്ഥാപിച്ചാൽ മാത്രമേ തങ്ങളുടെ ആക്രമണങ്ങൾ നിർത്തൂ എന്നുള്ളത്. അത്തരം ഒരു സാഹചര്യത്തിൽ അതിലേക്ക് കടക്കാതെ തന്നെ കൃത്യമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ അവർ ഇതിനെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതായത് ഈ ഒരു ബഷർ അൽ അസദിനെതിരായ പിന്തുണക്കൽ കൊണ്ട് ഈ ഹിസ്ബുള്ളയ്ക്ക് സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അവർ ഈ ഫലസ്തീൻ വിഷയത്തിൽ നിന്നും ഗസയിൽ നിന്നും വെടിനിർത്തൽ ഉണ്ടായാൽ മാത്രമാണ് ഞങ്ങൾ സമാധാനം പുനഃസ്ഥാപിക്കാൻ നിൽക്കുകയുള്ളൂ എന്നതിന് പകരം ഒരു സമാധാന ശ്രമങ്ങൾ സമാധാന ഉടമ്പടിയും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ കൃത്യമായിട്ട് അതിന് അവർക്ക് വഴങ്ങേണ്ടി വന്നു. കാരണം ഇവിടെ അവരുടെ തന്ത്രപ്രധാന പങ്കാളിയായ ബഷർ അൽ അസദ് വളരെയധികം ക്ഷീണപ്പെട്ടു കിടക്കുന്ന സാഹചര്യമാണിത്. ബഷർ അൽ അസദിന്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന മേഖലകളൊക്കെ ഈ പ്രോക്സി
ഈ വിമത വിഭാഗം കൈക്കലാക്കുന്ന സാഹചര്യമുണ്ട്. ആലപ്പോയ അടക്കമുള്ള സിറിയയുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ അവർ കൈക്കലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് തങ്ങളെയും ഇറാനെയും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മാർഗം ഇല്ലാതാക്കുമെന്ന് ഹിസ്ബുള്ള ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഗസയിലുള്ള വെടിനിർത്തലുകൾ ഇല്ല എങ്കിലും നിലവിൽ രണ്ടിടത്തും, അതായത് സിറിയയിലും ഒരേ സമയം ഇസ്രായേലിലും യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു റിലാക്സേഷൻ അഥവാ ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങൾ, അവർ നേരത്തെ എടുത്തിട്ടുള്ള നിലപാടുകൾ, ഗസ പ്രശ്നം സമാധാനമായി ഉണ്ടാക്കിയാൽ മാത്രമേ ഞങ്ങൾ നിർത്തുകയുള്ളൂ എന്നതിന് പകരം താൽക്കാലികമായ ഇസ്രായേലിന്റെ ഈ വെടിനിർത്തൽ കരാറുകൾ അവർ അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. അതിന്റെ തൽഫലം എന്നോണം പിന്നീട് ഈ വിഭാഗങ്ങൾ മാറിയിട്ടുള്ളത് സിറിയയിലാണ്, സിറിയൻ പ്രശ്നത്തിലാണ്. അഥവാ ഈ ഒരു വിമത വിഭാഗവും സിറിയൻ ഏകാധിപതി ബഷർ അൽ അസദും തമ്മിൽ ഏറ്റുമുട്ടുന്ന, അല്ലെങ്കിൽ ഈ ബഷർ അൽ അസദ് എന്നുള്ള അദ്ദേഹത്തിന്റെ സൈന്യം എന്നുള്ളത് വളരെ വീക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിമത വിഭാഗം എങ്ങാനും തന്ത്രപ്രധാന മേഖലകളടക്കം കൈയടക്കിക്കൊണ്ട് സിറിയയെ മുഴുവൻ കൈയടക്കിയാൽ അത് ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങളിൽ നേരിട്ട് യുദ്ധമുഖത്തുള്ള ഹിസ്ബുള്ളയും അവരെ പിന്തുണക്കുന്ന ഇറാനെയും തമ്മിക്കുന്ന പ്രധാനപ്പെട്ട ബാധ എന്നുള്ള ഗൊലാൻ കുന്നുകൾ അടക്കം ഉള്ള ഒരു പ്രദേശങ്ങളെ അടക്കം, ഈ ഡമസ്കസിനെ അടക്കം നിർണായകമായി ബന്ധിപ്പിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന പങ്കാളി ഇല്ലാതാവും എന്നുള്ളതും അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇറാൻ ഒരു ഭാഗത്ത് ബഷർ അൽ അസദിന് പിന്നിൽ അണിനിരന്നപ്പോൾ അതിന്റെ കൂടെ തന്നെ ഹിസ്ബുള്ളയും ഇപ്പോൾ ബഷർ അൽ അസദിനെ പിന്തുണച്ചുകൊണ്ട് അവിടെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ റഷ്യ നേരത്തെ തന്നെ ഈ ഒരു യുദ്ധമുഖത്ത് പ്രധാനമായിട്ട് സിറിയൻ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കക്ഷിയാണ്. എന്നാൽ മറുഭാഗത്ത് 60ഓളം ഇത്തരം സംഘങ്ങൾ, 60ഓളം ഈ ബഷർ അൽ അസദിനെ എതിർക്കുന്ന, ബഷർ അൽ അസദിന്റെ നിലപാടുകളെ എതിർക്കുന്ന, ബഷർ അൽ അസദ് എന്ന ഏകാധിപതിയെ ഇല്ലാതാക്കാൻ നേരത്തെ തന്നെ സംഘർഷമുഖത്തുണ്ടായിരുന്ന 60ഓളം സംഘങ്ങളാണ് ഇപ്പോൾ ആലപ്പോയ അടക്കമുള്ള സിറിയൻ പ്രദേശങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ബഷർ അൽ അസദിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ മുഴുവൻ കൈക്കലാക്കിക്കൊണ്ട് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അധികാരത്തിലേക്ക് എത്തുക എന്നുള്ള തന്ത്രത്തിലേക്കാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ 60ഓളം സംഘങ്ങൾ ഉൾപ്പെടുന്ന ഈ ഒരു വിമത വിഭാഗം എങ്ങനെ അവിടെ ഒരു ഭരണ പ്രക്രിയ ഉണ്ടാക്കുമെന്നുള്ള വലിയൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ 60 സംഘങ്ങളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും അവരെയൊക്കെ ഒരു അച്ചുതണ്ടിന് പിന്നിൽ അണിനിരത്താനും ആർക്ക് സാധിക്കുമെന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യം കൂടി സിറിയയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സാഹചര്യം ഉണ്ട്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ലോകമഹായുദ്ധം ഇന്ന് പ്രത്യക്ഷത്തിൽ നടക്കുന്നില്ല, പരോക്ഷത്തിൽ നടക്കുന്നില്ല എങ്കിലും ഇത് നടക്കുന്നുള്ള സ്ഥലം എന്നുള്ളത്, ഇത് ഇത്തരം ഒരു സംഘർഷമുള്ള പ്രധാനപ്പെട്ട മേഖല എന്നുള്ളത് ഈ സിറിയയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ്. സിറിയയിൽ ഈ ഒരു വിമത വിഭാഗത്തിന് പിന്തുണ നൽകുന്നത് അമേരിക്ക ഉൾപ്പെടുന്ന, ബ്രിട്ടൻ ഉൾപ്പെടുന്ന, അവരുടെ ആയുധങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ പിന്തുണയാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ തന്നെ വ്യോമാക്രമണങ്ങൾ സിറിയയിലെ വിവിധ പ്രദേശങ്ങളിൽ ബ്രിട്ടനും അമേരിക്കയും ചേർന്ന് നടത്തുന്നുണ്ട്. മറ്റൊരു കാര്യമുള്ളത് തുർക്കിയുടെ പ്രശ്നങ്ങളാണ്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിർത്തികൾ, അതോടൊപ്പം തന്നെ ഈ കുർദ് വിഭാഗങ്ങളെ പിന്തുണക്കുന്ന ചില ശക്തികൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ തുർക്കിയും അവിടുത്തെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയും കൃത്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫലസ്തീൻ കോഴ്സിനെ പിന്തുണക്കുന്ന രാജ്യങ്ങൾ പോലും പരസ്പരം പല രീതിയിലാണ് സിറിയൻ പ്രശ്നത്തിൽ നിലകൊള്ളുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരായ ഈ യുദ്ധത്തിൽ ഹമാസും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയും വലിയ മേൽക്കോയ്മ നേടുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുമെന്നുള്ള ഘട്ടം എത്തിയപ്പോൾ അമേരിക്കയും അതോടൊപ്പം തന്നെ അവരുടെ തന്ത്രപ്രധാന പങ്കാളികളും ചേർന്നുകൊണ്ട് ഈ പ്രശ്നത്തെ സിറിയയിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു യുദ്ധമാറ്റമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അഥവാ ഈ യുദ്ധമുഖത്ത് ഇനി മുതൽ ഹമാസും ഇസ്രായേലും നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും ഹമാസിനെ പിന്തുണക്കുന്ന ഹിസ്ബുള്ള ഈ യുദ്ധമുഖത്ത് നിന്നും മാറിക്കൊണ്ട് ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങൾ മാറ്റിക്കൊണ്ട് അവർ പൂർണ്ണമായിട്ടും സിറിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുകയാണ് നിലവിൽ ചെയ്യുന്നുള്ള അവസ്ഥ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഹമാസിനെയും അതോടൊപ്പം തന്നെ ഈ ഗസയിലെ ജനങ്ങളെയും ഫലസ്തീനിലെ ജനങ്ങളെയുമാണ്. കാരണം അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളും, പ്രത്യേകിച്ചും ഇറാൻ എന്നുള്ള രാജ്യവും അവരുടെ ഏറ്റവും വലിയ അലയായ ഹിസ്ബുള്ളയും ഇപ്പോൾ നിലവിൽ ഫലസ്തീൻ വിഷയം മാറ്റിക്കൊണ്ട് അവർ കൃത്യമായിട്ട് ഈ സിറിയൻ വിഷയത്തിൽ ഇടപെട്ടാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗസയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധമുഖം എന്നുള്ളത് കേവലം
ഈ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൽ ഇപ്പോൾ ഹമാസും ഇസ്രായേലും നേരിട്ടുള്ള സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ ഉണ്ടായ മറ്റൊരു കാര്യം എന്നുള്ളത് യമനിലുള്ള അൻസാറുള്ള ഹൂത്തികളുടെ പ്രസ്താവനയാണ്. അവർ തുടർന്നും ഫലസ്തീൻ കോഴ്സിനെ പിന്തുണക്കുമെന്നും ഫലസ്തീൻ ജനതയെ പിന്തുണക്കുമെന്നും ഹമാസിന് കൊടുക്കുന്ന പിന്തുണ തുടരുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഹിസ്ബുള്ള വെടിനിർത്തലിലേക്ക് പോവുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഘർഷങ്ങൾക്ക് അയവ് വരികയും ചെയ്തതോടു കൂടിയിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന യുദ്ധമേഖല എന്നുള്ളത് ഇസ്രായേലും ഫലസ്തീനും മാറി ഇപ്പോൾ സിറിയയിലായി മാറിയിരിക്കുകയാണ്. സിറിയയിലെ സിവിൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ രക്തരൂക്ഷിതമായ ദിവസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.